ചിത്രം വ്യക്തമാവുകയാണ്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ പ്രശ്നങ്ങളില്ല, ഉണ്ടെങ്കിലും അത് പറയില്ല. ആകെയുള്ള പ്രശ്നം സുപ്രഭാതവുമായാണ്. നമുക്കതിനെ വേണമെങ്കിൽ ചന്ദ്രികയും സുപ്രഭാതവും തമ്മിലുള്ള ഈഗോ എന്ന് ചുരുക്കത്തിൽ വിളിക്കാം. സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചു. പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെ ലീഗ് തടഞ്ഞെന്ന പൊതുവികാരം സമസ്തയ്ക്കുള്ളിലുണ്ട്. വായനയുടെ പുതിയ വാതായനം തുറന്ന് ഗൾഫ് ചന്ദ്രിക ജൂൺ 1 മുതൽ നിങ്ങളിലേക്ക് എത്തുമ്പോൾ പോരാട്ടം കനക്കും. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ കേന്ദ്രം സുപ്രഭാതമാണ്. അവർ നോവിച്ചു വിട്ടത് മുസ്ലിം ലീഗിനെയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ലീഗിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. സുപ്രഭാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടി ഒക്കെ പങ്കുള്ള, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രഡീഷണലുള്ള പത്രം. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടുമുണ്ട്. ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അതുണ്ടെങ്കിൽ പറയുമല്ലോ. ഇങ്ങനെയുള്ള സുപ്രഭാതത്തിന്റെ പരിപാടിയിൽ എങ്ങനെ പോകും? ബഹിഷ്കരണമില്ലെന്ന് പറയുമ്പോഴും സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഉള്ളതുകൊണ്ടെന്ന് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും. രണ്ടും ഒരേ ദിവസം വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ. അല്ല, അത് അങ്ങനെ ഞങ്ങൾ മുടിനാരി കീറി നോക്കണ്ട. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ചേരുകയാണല്ലോ. ഇപ്പം അതിനാ പ്രധാനം. സമസ്ത മുഖപത്രത്തിൽ ഇടതുമുന്നണിയുടെ ഒന്നിൽ കൂടുതൽ തവണ പരസ്യം വന്നത് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കി. പക്ഷേ സംഗതി അത്ര സിമ്പിൾ അല്ല. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പറഞ്ഞതിൽ ഒരു മുന്നറിയിപ്പ് സ്വരമുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും വേണമെങ്കിൽ പറയാം. ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം കഴിഞ്ഞല്ലോ, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ. ഇന്ന് കാര്യം അപ്പം പറയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച പോലല്ലേ ഇരിക്കുന്നത് സമുദായമൊക്കെ. ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഊക്ക് നോക്കി. അപ്പോൾ അത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് അപ്പം വരുമ്പോൾ പറയാം. സമസ്തയുടെ തുടക്കം തന്നെ ചന്ദ്രികയുമായി മുട്ടിയാണ്. വാർത്തകൾ നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത പാരമ്പര്യമുള്ള ചന്ദ്രികയ്ക്ക് പിന്നാലെ നടന്നു. എന്നാൽ പരിഗണന കിട്ടിയില്ല. ഒരു പേജ് വിട്ടു നൽകണമെന്നും ഫണ്ട് ചെയ്യാമെന്നും അറിയിച്ചു. പക്ഷേ അനുകൂല പ്രതികരണമുണ്ടായില്ല. മുജാഹിദുകളുടെ സ്വാധീനമാണ് ചന്ദ്രികയെ ഇത്തരത്തിലൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് സമസ്ത കരുതുന്നത്. ഇതോടെ സ്വന്തം പത്രമെന്ന സ്വപ്നത്തിലേക്ക് സമസ്ത നടന്നെടുത്തു. ആദ്യഘട്ടത്തിൽ നവാസ് പൂനൂരിന്റെ നേതൃത്വത്തിലും തുടർന്ന് സജീവന്റെ അനുഭവ സമ്പത്തിലും സുപ്രഭാതത്തിന്റെ സ്വഭാവവും സ്ട്രക്ചറും രൂപം കൊണ്ടു. കോട്ടുമല മുസ്ലിയാരുടെ നേതൃത്വം ദിശാസൂചകമായി. ഏതായാലും ലീഗോ ചന്ദ്രികയോ കരുതിയതിലും വളരെ വേഗത്തിൽ സുപ്രഭാതം വളർന്നു. സ്വാഭാവികമായും ചന്ദ്രിക വിരുദ്ധരുടെ ഇടം കൂടിയായി സുപ്രഭാതം. ഇരുവിഭാഗവും കരുത്തരായതോടെ ഏറ്റുമുട്ടൽ കടുത്തു. CIC അടക്കമുള്ള വിഷയങ്ങളും ഏറ്റുമുട്ടലിന് ആക്കം കൂട്ടി. ഏതായാലും സമസ്ത ലീഗ് ഭിന്നതയും പോരാട്ടവും ഇടതുമുന്നണിയെ സന്തോഷിപ്പിക്കും.